സാർ എന്ത് ലാംഗ്വേജിൽ പേശ പോറീങ്ക മലയാളമാ തമിഴാ? ഞാൻ പറഞ്ഞു 90% തെലുങ്കും 10% തമിഴും മലയാളവും. എന്നെക്കുറിച്ച് ട്രോള് വരുമ്പോഴൊക്കെ ആദ്യം മക്കളാണ് കൊണ്ട് കാണിക്കുക. അപ്പോൾ ഇന്ത്യൻ സൈബർ സെക്യൂരിറ്റിയുടെ ഇതാരാണെന്ന് അറിയാമോ? ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. ബ്രേക്ക് എടുക്കണം എനിക്ക് തോന്നി. എനിക്ക് 2-3 വർഷം എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ അത് കടന്ന് 24 മണിക്കൂർ കൂട്ടി മരിച്ച് അഭിനയിച്ച് അങ്ങനെ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ട്. എപ്പോഴും വിജയങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ല സാർ മമ്മൂട്ടി സാർ എപ്പിടി സാർ എപ്പിടി ഇരിക്കാറ്, അവർ സ്കിന്ന് എപ്പിടി ഇരിക്കുക എപ്പിടി എല്ലാം നിങ്ങളുടെ ഒട്ടും മോശമില്ല. സ്കിന്നൊക്കെ ഗംഭീരമായിരിക്കണം. സാധാരണ താങ്കളെ കണ്ടാൽ നമ്മുടെ നമസ്കാരം ഹോട്ടലില്, എയർപോർട്ടില്, റോട്ടില് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങാറുണ്ട്. അപ്പോഴേ ഞാനും ഭാര്യയും കൂടി എയർപോർട്ടിൽ വരുമ്പോഴേ പറയും, ഓഹ് എന്നാ രേഖാമേനോനെ കാണാതിരിക്കണേ പറയുമ്പോഴത്തേക്കും നമസ്കാരം. ഇദ്ദേഹത്തിന്റെ വിചാരം ഞാനും അശ്വതി എപ്പോഴെങ്കിലും എയർപോർട്ടിൽ ഒരുമിച്ചുണ്ടാവും. താങ്കളുടെ വിചാരം ഞാൻ താങ്കളുടെ ഭാര്യ പിന്തുടർന്ന് പോകുന്നത് അല്ല. ഇത് ഇങ്ങോട്ടും ആവാം, ഒരു പാലട്ട രണ്ടും ആണല്ലോ. അതെ. അല്ല 35 വർഷമായോ സിനിമയിൽ വന്നിട്ട്? കൂടുതലായില്ലേ? 36 1988 അല്ലേ അവരൻ? അതെ, 36 വർഷം. 36 വർഷമായി. ഇപ്പൊ അങ്ങോട്ട് കുറഞ്ഞിരിക്കണു വയസ്സും. അങ്ങനെയാണോ? 36. സന്തോഷം. ഈ ഗെയിമായിരിക്കണോ? ഞാൻ ആലോചിക്ക, ഞാൻ ഈ ഓസ്ലറിന്റെ പ്രോമോ കണ്ടപ്പോഴേ ഈ മിഥു മാനുവൽ തോമസിന്റെ ഒരു രീതി എങ്ങനെയാ വെച്ചാൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ജയറാമിനെയും ചാക്കോച്ചിനെയും ബിജുമേനെയൊക്കെ നല്ല എന്താ പറയുക ഭീമാകരമായിട്ടുള്ള ആൾക്കാരായിട്ട് കൊണ്ടുവരിക അല്ലേ? അപ്പോൾ ഈ ഒരു സിനിമയിൽ ഞാൻ മിഥുൻ എനിക്കിന്ന് ഉണ്ടായിരുന്നില്ല, ഇവിടെ ഇരിക്കേണ്ടതായിരുന്നു, മൂപ്പരെ ബിസി ആയിട്ട് പോയിക്കാന്ന് പറഞ്ഞു വൈശാഖ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ ഈ ഒരു സമയത്ത് യു ഹാവ് എക്സ്പെരിമെൻറ്റഡ് എവറിത്തിങ്. ഓസ്ലറിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു ജയറാമിൻ്റെ മനസ്സിൽ? ഓസ്ലർ എന്നെ തേടി വന്നപ്പോൾ തന്നെ മിഥുൻ മാനുവൽ എൻ്റെ അടുത്ത് വന്ന് കഥ ഫുള്ളായിട്ട് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ പേര് കേട്ടപ്പോൾ പടത്തിൻ്റെ പേര് എബ്രഹാം ഓസ്ലർ. അപ്പോൾ ഞാൻ ചോദിച്ചു ഭയങ്കര ആക്ഷനേ അല്ല, ഒരു ഡ്രാമ, നല്ല ഇമോഷണൽ ഡ്രാമ വരണം. അതിനകത്ത് മിഥുൻ മാനുവലിൻ്റെ പടം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് 5-ാം പാതിര എന്നുള്ള സിനിമയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ 5-ാം പാതിര പോലത്തെ സിനിമയല്ല, ഒരു ടിപ്പിക്ക് വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ത്രിൽഡായിട്ടിരുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചോദിച്ചു, ആർ യു 100% ഓക്കെ വിത്ത് ജയറാം? അത് ഞാൻ ചോദിച്ചു. 100% അതാണ് നിങ്ങളെ തേടി വന്നത്. നിങ്ങളിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കുന്നു പറഞ്ഞു. ഉറപ്പാണ്. ഞാൻ അടുത്ത ദിവസം കാലത്ത് വിളിച്ച് ചോദിച്ചു, ഉറപ്പാണല്ലോ അല്ലേ? ഞാനിതിൽ മെൻ്റലി പ്രിപ്പയർഡ് ആവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെൻ്റലി ഫിസിക്കലി എല്ലാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ മിഥുനിങ്ങനെ പറഞ്ഞു തന്നു, സമയമുണ്ട് നമുക്ക്. ഓസ്ലർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോയ ആളാണ്. ഒരാളുടെ ജീവിതത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ജീവിച്ചിരിക്കുന്ന പോലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന ഒരാൾക്ക് ഇന്ന് മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങളുള്ള ആളാണ്. സോ അങ്ങനത്തെ രൂപം വേണം. അയാളൊരു 3-4 വർഷമായി ഉറങ്ങിയിട്ട് ഇൻസോംനിയ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ബാധിച്ച അത് നിങ്ങളുടെ ഒരു കിളവനാക്കിയിട്ട് നിങ്ങളൊരു ജരാനര ബാധിച്ചൊരു മനുഷ്യനായി നിങ്ങൾ മാറിയിട്ടുണ്ട് എല്ലാം. അപ്പോൾ അങ്ങനെ ഇരിക്കണം. അപ്പോൾ ആ നടത്തത്തിൽ അത് വേണം, രൂപത്തിൽ വേണം. ഒരിക്കലും ഒരു ഫിറ്റ്നസ് പാടില്ല, വയറുമൊക്കെ ആയിട്ട് നടക്കുന്നതെല്ലാം. അത് ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ 100% കറക്റ്റാണെന്ന് അല്ല. അല്ലു അർജുൻ്റെ കൂടെ താങ്കൾ നല്ല ഫിറ്റ് ഫാദറായിരുന്നു, കുട്ടപ്പനായിട്ട് നിന്നിട്ട്. പിന്നെ നമ്മൾ കാണുന്ന മണി സാറിൻ്റെ സിനിമയിൽ PS1 അതെ, അത് കഴിഞ്ഞപ്പോൾ വേറൊരു രൂപം. അപ്പോൾ ഈ ഒരുപാട് കാലത്തിന് ശേഷം, കാരണം ജയറാമിൻ്റെ സിനിമ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വീട്ടിലുള്ള ഒരാളുടെ സിനിമ അതാണല്ലോ. അപ്പോൾ പക്ഷേ ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ധൈര്യവും കൂടി വന്നില്ലേ? പിന്നെ ഇനി നമുക്ക് അതിന് കാരണം സിനിമ മാറി, മൊത്തം ഒരു ഓഡിയൻസ് മാറി, പുതിയൊരു ജനറേഷൻ്റെ കയ്യിലാണ് സിനിമ. അപ്പോൾ അതിൻ്റെ എങ്ങനെ ഇതിനകത്തേക്ക് ഒരു ഭാഗമായിട്ട് കിടക്കുന്നു നോക്കിയിരുന്നപ്പോഴാണ് ഇങ്ങനെ വന്നു ഭവിച്ചത്. അതാണ് ജയറാം ഈ 35 വർഷത്തിലുണ്ടല്ലോ, ജയറാം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പണ്ടൊരു ഇൻ്റർവ്യൂവിൽ താങ്കൾ എന്നോട് തന്നെ പറഞ്ഞത്, ഒരുപാട് കാലം മുമ്പ്, അതായത് എപ്പോഴെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ ഈ പത്മരാജൻ സാറായിരിക്കണം ഒന്ന് തട്ടി മേലോട്ട് വിടും എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനത്തെ ഘട്ടങ്ങൾ വന്നിട്ടുണ്ടോ? അതോ എങ്ങനെയായിരുന്നു പിന്നെ അങ്ങനെ ഒരു ഒരു ഗുരുനാഥൻ, നമുക്ക് എന്ത് കാര്യം പറയാൻ പറ്റുന്ന ഒരു ഗുരുനാഥനായിരുന്നു സാറ് പോയി. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് പറയാൻ വേറെ ആളുണ്ടായിട്ടില്ല. എന്നാലും അന്നത്തെ കാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചതായിട്ടുള്ള മലയാളത്തിലെ ഡയറക്ടേഴ്സ് മുഴുവൻ എന്നെ റിപ്പീറ്റ് ചെയ്തു. അത് തന്നെ ഏറ്റവും ഭാഗ്യം. എല്ലാവരും 10-15 സിനിമകളാണ് റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, ഒരു കഥ കേൾക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഈ ഡയറക്ടേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ അങ്ങനെ പോവില്ലേ. അതാണ്
ഒരു 10-20 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതാണ്. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം കിട്ടി. ഇപ്പോൾ മൊത്തം സിനിമ മാറി, പുതിയത്. അപ്പോൾ മറ്റ് ഭാഷകളിൽ കൂടി നല്ലൊരു എൻട്രി കിട്ടി. തെലുങ്കിലും കന്നഡത്തിലും തമിഴിലും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ മണിസാറിൻ്റെയൊക്കെ പടം പറഞ്ഞ പോലത്തെ തെലുങ്കിൽ നായകനല്ലെങ്കിലും വില്ലനും ഉപനായകനും മറ്റും അതും ഇതും എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും തെലുങ്ക് വായിക്കുന്നത് ബാക്കിൽ എഴുതി വെച്ചിട്ടാണോ അതോ പഠിച്ചോ? മലയാളത്തിൽ എഴുതി വയ്ക്കും. മലയാളത്തിൽ എഴുതി വയ്ക്കും. ചുമരിന്റെ മുകളിലൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഗുണ്ടൂർക്കാരം 12-ാം തീയതി റിലീസാണ്. അപ്പോൾ ഞാൻ പുറകിൽ ഇങ്ങനെ ചുമരിൽ എഴുതി വയ്ക്കുമ്പോൾ മഹേഷ് ബാബു ഒന്ന് വയ്ക്കും, ഇതെന്നെ സാർ, ഇത് മലയാളത്തിൽ ഇന്നതാണ്. ഓഹോ, അത് തന്നെ വാശിങ്, അത് കംപ്ലീറ്റ്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ തമിഴിൽ ഏതെങ്കിലും വേർഡ് തമിഴും തെലുങ്കുമായിട്ട് മീറ്റർ കറക്റ്റാണ്. അപ്പോൾ ഇപ്പം അറിയാത്തുണ്ടെങ്കിൽ അത് തമിഴിൽ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ സീൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ, രമ്യ കൃഷ്ണൻ, അവരുണ്ട്, ഇവരുണ്ട്, മഹേഷ് ബാബു ഉണ്ട്, ബാക്കി എല്ലാവരും. സാർ 1 സെക്കൻഡ് ജയറാം സാർ എന്ത് ലാംഗ്വേജിൽ പേശ പോറീങ്ക, മലയാളമാ തമിഴാ? ഞാൻ പറഞ്ഞു 90% തെലുങ്കും 10% തമിഴും മലയാളവും. ശരി, കാരണം അവർക്ക് തിരിച്ചു പറയേണ്ടത് മനസ്സിലാവണ്ടേ. അത് കലക്കി. ഈ ഒരു ആൾക്കാർക്ക് വീട്ടിൽ സാധാരണ ആദ്യം ഒരുമിച്ച് പെട്ടെന്നൊരു മോളെയും കിട്ടാറില്ല അല്ലേ? ഇപ്പൊ മക്കളായിട്ട് 2 ആൺകുട്ടിയും പെൺകുട്ടിയും വീട്ടിൽ 4 മക്കളായില്ലേ? 4 മക്കളായി. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ വീട്ടിൽ. സ്വന്തം മക്കളല്ലാതെ തന്നെ വേറെ 2 മക്കൾ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക്? ഒന്നുമില്ല. നമ്മൾ ഇത്രയും കാലം സ്നേഹിച്ച മക്കളുടെ അതിനേക്കാൾ ഇപ്പോൾ ഉപരി ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നത് ആ 2 മക്കളെയാണ് ഇപ്പോൾ. അയ്യോ, ഒരു നിമിഷം ഇപ്പൊ നിശ്ചയം കഴിഞ്ഞുള്ളൂ, ഞാൻ ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞ് എൻ്റെ മരുമ്പോഴത്ത് വീട്ടിലേക്ക് ഇനി വാ ഇവിടെ ഇരിക്കാം. ഇപ്പൊ ഒരു ദിവസം ഞങ്ങള് വീട്ടിൽ ലിറ്റിലിനെ വിളിക്കുക. താരിനെ വിളിക്കുന്ന ലിറ്റിലിനെ വിളിക്കുക. എന്തോ ലിറ്റിലിനെ വിളിച്ചങ്ങനെ ഇതായത്. അപ്പൊ ലിറ്റിലില്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ അവിടെ സമയം ചെലവഴിക്കാൻ പറ്റില്ല ലിറ്റില്. അതേപോലെ നവനീത്, അതെ, നവനീത് ഇനിയിപ്പോ കല്യാണം കഴിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ കമൽ സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നിങ്ങളുടെ സിനിമകളൊക്കെ തന്നെ ഈ പറഞ്ഞില്ലേ ഡയറക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളത്, അതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജയറാം ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ ഫുൾ അല്ലേ എല്ലാ മറ്റേ നാട്ടിൽ പോയി അവസാനം സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തിയ മാതിരിയല്ലേ. പക്ഷേ ഒരു പുതിയ ഡയറക്ടർ, പുതിയ റൈറ്റർ, പണ്ടത്തെ ഒരു സത്യനന്ദിക്കാടിൻ്റെ ആ ഒരു ഇതൊന്നും മാറി വർക്ക് ചെയ്യുന്ന സമയത്ത് ജയറാമിന് അഡ്ജസ്റ്റിംഗ് പ്രശ്നമൊന്നുമില്ല നമ്മളെല്ലാം എത്ര കാലം മുമ്പ്. എന്നിരുന്നാലും കണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ടോട്ടലി മാറിയിട്ടില്ല, ഒരുപാട് മാറിയിട്ടുണ്ട് സിനിമ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു ബ്രേക്ക് എടുത്ത് മാറിയുന്നത്. പുറമേ നിന്ന് ഇതൊക്കെ ഒന്ന് നോക്കി കാണുമായിരുന്നു, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഈ കാലഘട്ടത്തിലെ സിനിമയുടെ ഒരു ഭാഗമാകുക പറ്റുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഇത്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയ ഒരു ഇതാണ്, ചാൻസാണ് ഹോസ്റ്റലർ. അപ്പോൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആയാലും ബാക്കിയുള്ള എൻ്റെ റൈറ്റർ ഡോക്ടർ ആയാലും രൺധീർ കൃഷ്ണ ഡോക്ടർ ഇവിടെ വയനാടാണ്, ഹോസ്പിറ്റലാണ്. ഇതും ഒരു ഡോക്ടറാകാൻ അച്ഛൻ ഡോക്ടറാകാൻ ആഗ്രഹിച്ച് പിന്നെ പോലീസ് ഓഫീസറായ ക്യാരക്ടറാണ് അല്ലേ? അതെ. ഓക്കെ. പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ഒരു പുതിയൊരു ഇതിലേക്ക് ഒരു ജോണറിലേക്ക് വരുമ്പോഴേ ജയറാമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? ഞാൻ ബിഗ് സീറോ ആയിട്ടാണ് പോയി ഡയറക്ടറുടെ മുമ്പിൽ നിന്നത്. ഇത്രയും കാലത്തിന് ശേഷം ഞാൻ പറഞ്ഞതാ, പത്മനാഭ സാറിൻ്റെ മുമ്പിൽ ആഭരണ പോയി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. മിഥുൻ എങ്ങനെയാണ് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്തോളാം, എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു തന്നാൽ മതി. അത് അല്ല നിങ്ങളങ്ങ് ചെയ്താൽ മതി. അല്ല ഞാൻ പറയാം അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത്. അങ്ങനെ ഫസ്റ്റ് ഡേ എനിക്ക് പറഞ്ഞു തന്നു, പിന്നെ പറഞ്ഞു തരേണ്ടി വന്നില്ല. അതങ്ങനെ പടം കഴിഞ്ഞപ്പോഴും മിഥുൻ്റെ ഒരു കമൻറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. സിനിമ കോപ്പിയായിട്ട് മിഥുൻ കണ്ടിട്ട് ഫസ്റ്റ് അതാ പറഞ്ഞു. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു സ്ഥലത്ത് പോലും എനിക്ക് ജയറാമിൻ്റെ ഒരു ഇതുപോലും റിപ്പീറ്റ് ചെയ്യായിട്ട് തോന്നിയില്ല. അത് നിങ്ങൾക്ക് ഈ കലാഭവൻ്റെ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ചില മാനറിസംസ് നമുക്കറിയാം ജയറാം എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കുക. അല്ല അത് മാത്രമല്ല, തുടക്കകാലത്ത് പത്മനാഭൻ സാറും ഭരതേട്ടനും അവരും ശശിയേട്ടൻ, IV ശശി, അല്ലെങ്കിൽ സിബി, സത്യൻ, കമൽ, ഇവരൊക്കെ നമ്മളുടെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇങ്ങനെ നോക്കി ഡയറക്റ്റ് ചെയ്യായിരുന്നു അടുത്തിരുന്ന്. പിന്നീട് ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മോണിറ്റർ വന്നപ്പോൾ ഡയറക്ടർ കുറച്ച് അകന്നു പോയി. അത് നല്ല പോയിന്റ് അല്ലേ, മോണിറ്റർ കാരണം അകന്നു പോയി ഡയറക്ടറും ആക്ടറും. കുറച്ച് അകന്നു പോയി. പക്ഷേ മോണിറ്റർ വന്ന ശേഷവും നമ്മളെ കൃത്യമായിട്ട് നോക്കുന്ന എല്ലാവരും ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. എന്നാലും ചില സിനിമകളിൽ അതില്ലാതെ നമ്മൾ ചെയ്യുന്നതിലേക്ക് നമുക്ക് വിട്ടു തന്നപ്പോൾ ഒരേ എക്സ്പ്രഷനും അതും ഇതും ആരും ഡയറക്റ്റ് ചെയ്യാനില്ല. അപ്പോൾ
ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം ചിരി, മറ്റേത് ഇത്, അങ്ങനെ ഒരുപാട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പല സിനിമകളിലും. നമ്മൾ റിപ്പീറ്റഡ് ജനത്തിനും തോന്നില്ലേ അത്? അതെ, അത് ഇപ്പോൾ ഒന്ന് നന്നായിട്ട് എനിക്കിപ്പോൾ മാറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ ഡയറക്ടേഴ്സിനൂടെ, പ്രത്യേകിച്ചും ഇതിൻ്റെ കൂടെ. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ മാറുമ്പോഴേ, അല്ലെങ്കിൽ ഈ ഒരു രീതികൾ മാറുമ്പോൾ, നാടൊടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന മാതിരിയാണ് നമ്മൾ. പക്ഷേ അതിൽ ഇപ്പം മോണിറ്റർ ആകുന്ന മാതിരി വേറെ ഏതെങ്കിലും പ്രോസസ്സിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇല്ല, വേറെ അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ഒരു ഡയറക്ടർ ഒരു സാധനം പറഞ്ഞു തന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അഡോപ്റ്റ് ചെയ്ത് അത് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ എന്തോ ദൈവം സഹായിച്ച് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല. ഏത് ഭാഷയിലായാലും. ഇപ്പോൾ ശങ്കർ സാറിൻ്റെ കൂടെയാണ് തെലുങ്ക് പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാംചരൻ്റെ പടം. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുണ്ട്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് ഓരോന്നും ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് വലിയ ബ്രഹ്മാണ്ഡ പടങ്ങൾ ചെയ്യുന്ന ശങ്കർ സാറ് എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്നറിയാമോ? എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം ഭയങ്കരമായിട്ടുള്ള പടങ്ങൾ, ബ്രഹ്മാണ്ഡ പടങ്ങൾ എടുക്കുന്നത്. പക്ഷെ മൈന്യൂട്ടായിട്ടുള്ള ഇതിനകത്ത് എൻ്റെ നല്ല ഹ്യൂമറസ് ഉണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്. വന്ന് പറഞ്ഞു തരും, ഒരു ചെറിയ പോയിന്റ് ആണെങ്കിലും വന്ന് പറഞ്ഞു തരും. ഞാൻ ചോദിക്കും, സാർ എന്തുകൊണ്ടാണ്? ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്യും, ചിരിച്ച് തമാശകൾക്ക് എൻജോയ്. അത്ഭുതമായിട്ട് ആദ്യമായിട്ട് ഞാൻ അറിയണം ശങ്കർ സാറിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ. അയ്യോ ഭയങ്കരാണ്. മണിസാറുണ്ടെങ്കിൽ മണിസാർ പുറത്തേക്ക് പറയില്ല അല്ലേ? മണിസാറും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അയ്യോ താങ്കളുടെ മിമിക് ഇതില്ലേ പസിക്കുന്ന അത് ഭയങ്കര വൈറലായ സംഭവം. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, സാർ ഇരുന്ന് ചിരിക്കുന്നു, പക്ഷെ സാറ് പുറത്തേക്ക് വരില്ല. ഇപ്പൊ ഈ ഇതിലെത്തുമ്പോ തന്നെ ഇപ്പൊ ഇത്രയും 100-200 പടങ്ങളായില്ലേ? ഞാൻ എനിക്ക് എണ്ണാൻ പറ്റിയില്ല, അത്രക്കുണ്ട്. അപ്പോൾ പക്ഷെ ഈ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്തോ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ളതായിരിക്കാം. എനിക്ക് തോന്നുന്നു ഒരു പീരീഡ് കഴിഞ്ഞു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആവട്ടെ. മലയാളത്തിൽ മറ്റു ഭാഷകളിലൊക്കെ എനിക്ക് നിറയെ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനുള്ള. ഇപ്പോൾ കന്നഡത്തിൽ ലാസ്റ്റ് ചെയ്തു, കന്നഡത്തിലെ പടം നന്നായിട്ട് ശിവണ്ണയുടെ കൂടെ വന്നു. അതെ, ഇനിയിപ്പോൾ ദർശൻ്റെ കൂടെയാണ് അടുത്ത പടം ചെയ്യുന്നത്. അതെ, ദർശൻ്റെ കൂടെ ചെയ്യുന്നു. തെലുങ്കിൽ നിറയെ സിനിമകൾ ചെയ്യുന്നു, തമിഴിലും ചെയ്യുന്നു. എന്നിരുന്നാലും ആൾക്കാർക്കൊരു ചോദ്യം ഉണ്ടാവില്ലേ, ഇപ്പം മലയാളത്തിലൊന്നും കാണാറില്ലല്ലോ? അത് പിന്നെ മലയാളത്തിൽ കാണാറില്ലെന്നല്ല, ഇപ്പൊ പടമൊന്നുമില്ലേ അത് ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ശങ്കർ സാറിന്റെ കൂടെ മണിസാറിന്റെ ഒക്കെ വിളിച്ച് നേരെ നാട്ടിൽ വരുമ്പോൾ കേൾക്കണ ആദ്യത്തെ ചോദ്യം, പടമൊന്നുമില്ലേ? ഞാൻ ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. അയ്യോ അത് എന്ത് പറ്റി ചോദിക്കുക. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഓസ്ലർ നന്നായി വരികയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. തിയേറ്ററിൽ ജനങ്ങളത് ഓക്കെ എന്ന് പറഞ്ഞാൽ, ജയറാം ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നല്ല കുറേ ഇതേപോലെയുള്ള രണ്ടാം വരവുണ്ടാകും. എനിക്ക് നന്നായിട്ട് കുറേ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ പറയായിരുന്നു, ഞങ്ങൾ ഈ സിനിമ താങ്കളെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു സന്ദേശം ഇനി രണ്ടാമത് മലയാളത്തിൽ ചെയ്യണമെങ്കിൽ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരുപാട് നല്ല ആൾക്കാർ ഇല്ലാണ്ട് പോയി, നമ്മൾ വിട്ടുപോയി. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തിലകൻ ചേട്ടൻ ഇല്ലാതെ എങ്ങനെ സന്ദേശം എടുക്കും? ഒടുവിലില്ലാതെ എങ്ങനെ എടുക്കും അത്? സത്യം. അതാ ഞങ്ങൾ ഞങ്ങളുടെ ടീം സംസാരിച്ചിരിക്കുന്നത്, ആരാണ് ഇതിനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു മാളച്ചേട്ടിന് പകരം ആരെ വയ്ക്കും നമ്മള്? INSP നിനക്ക് കേൾക്കണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വരില്ലേ? അത് ആ ഒരു നമുക്ക് അത് നിങ്ങളുടെ മരലെ ഇതിന് മുമ്പ് ഞാൻ ആ മെമ്മറീസിനെ പറ്റി പറയുമ്പോൾ ഞാൻ കേൾക്കുന്നത് എത്രയോ മെമ്മറി നിങ്ങളുടെ മനസ്സിൽ, അതന്നെ ഒരു വലിയ സിനിമയും ബയോപിക്കാണ്. മലയാള സിനിമയുടെ ബൈബിളാണ് നിങ്ങളുടെയൊക്കെ സെറ്റിലുള്ള സംസാരം. ശരിക്കും അതൊക്കെ ഇനി ഇല്ലാണ്ടാവുന്നത് വലിയ കഷ്ടത. അങ്ങനെ ഒരു അതാ ഞാൻ ചോദിക്കുന്നത്, ആ ചേഞ്ച് ഇവരൊന്നും ഇല്ലാത്തൊരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. ഓരോ കാലഘട്ടങ്ങൾ മാറി വരുമ്പോൾ ഇത് ഇന്നത്തെ കാലത്തെ കുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഡിസിപ്ലിൻ എങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് ജയറാം? ബിക്കോസ് യു വർക്ക് ഇൻ ഓൾ ദി ഇൻഡസ്ട്രീസ്. ഞാൻ മലയാളത്തിൽ മാത്രം ഞാൻ പറഞ്ഞില്ല, ഇതിനെക്കുറിച്ചല്ല. യൂഷ്വലി നോക്കുമ്പോൾ ഒരു പുതിയ അപ്രോച്ചിൽ നിങ്ങളുടെ ഒരു തരം ടൈം നിഷ്ഠ അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയില്ല കേട്ടോ. പുതിയതും എല്ലാ ഭാഷകളിൽ പോകുമ്പോഴും ഡിസിപ്ലിൻ എന്നുള്ളത് എല്ലായിടത്തും ഉണ്ട്. അതാണ് അതൊന്നും. ഞാൻ കമൽ സാറിന് ഉത്തമ വില്ലൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, താങ്കളുടെ ഈ ജയറാം ആൻഡ് കൽപ്പന ചേച്ചിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്നില്ലേ മറ്റു സിനിമയിൽ. അപ്പം അങ്ങേര് പറഞ്ഞൊരു കാര്യമുണ്ട് താങ്കളെക്കുറിച്ച്. ജയറാം ആവട്ടെ കൽപ്പന ആവട്ടെ, ഞാനൊരു റോള് പറയുമ്പോൾ ശമ്പളം എത്രയാണെന്ന് എന്നോട് ചോദിക്കാറില്ല എന്ന്. ശരിയല്ലേ? ആ ഒരു അദ്ദേഹം ചോദിച്ചിട്ടില്ല. ഇല്ല. ഞാനൊരു മലയാളത്തിലേക്ക് ഒരു ഫോൺ കോളിൽ കമൽ സാറിനെ വിളിച്ചതാണ്, 4 ഫ്രണ്ട്സ് എന്നുള്ള സിനിമയ്ക്ക്. ഓക്കെ വരാമെന്ന് പറഞ്ഞു. അവസാനം വരുന്നുണ്ട് സീനിൽ. ശമ്പളം പറയുകയാണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പൈസ മേടിച്ചു.
അതാണ് പറയുന്നത്. അതാണ് റിയൽ ഒരു ഫ്രണ്ട്ഷിപ്പ്. തെന്നാലിക്കല്ലേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്. അതാണ് പറയുന്നത്. അത് ആ ഒരു റിലേഷൻഷിപ്പ്, അത് എപ്പോഴും പറയും അദ്ദേഹം. പിന്നെ അതുപോലെ താങ്കളെ മറ്റേ കണ്ണൻ വിക്രത്തെ അഭിനയിച്ചപ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാവില്ലേ, മകനായിട്ടെന്നെ അഭിനയിച്ചല്ലോ. അതെ, മക്കളുടെ ഈ ഒരു എസ്പെഷ്യലി മോൻ്റെ സിനിമ ഇതുണ്ടല്ലോ, ജയറാം അത് എങ്ങനെ കാണാറ്? എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാറുണ്ടോ കാണാൻ? അതോ ഒന്നുമില്ല. നിങ്ങൾ തീൻമേശയ്ക്കുള്ള കോൺവെർസേഷൻ അവരുടെ കയ്യിൽ നിന്നൊക്കെ അഡ്വൈസ് ആണ് നമ്മൾ മേടിക്കേണ്ടത്. അവരുടെ സിനിമയാണ് ഇപ്പൊ, അവരുടെ ലോകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ലോകത്തുള്ള സിനിമയിൽ അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവരിൽ നിന്നും പഠിച്ചത് എന്താ ഇപ്പോൾ? എല്ലാം കണ്ണൻ്റെ നിന്ന് അവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനിപ്പോൾ അവരോടൊക്കെയാണ് ചോദിക്കുക. ഒരു മൊബൈലിൽ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോലും അതല്ലേ ഇപ്പം എല്ലാം. എന്തുണ്ടെങ്കിലും അതിലെ തമാശകളും അതും ഇതിപ്പോൾ എന്നെക്കുറിച്ച് ട്രോള് വരുമ്പോഴൊക്കെ ആദ്യം മക്കളാണ് കൊണ്ട് കാണിക്കുക. അപ്പോൾ ഇന്ത്യൻ സൈബർ സെക്യൂരിറ്റിയുടെ ഇതാരാണെന്നറിയാമോ, ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്പർ 1 ട്രോള്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കണ പിന്നെ ഇപ്പൊ പ്രൊമോഷൻ തന്നെ ഇത്രയും ദിവസം ഒരു സിനിമയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്ക് ഓടുകയല്ലേ പതിവ്? അന്ന് ഇതൊന്നും വേണ്ടി വന്നിരുന്നില്ലല്ലോ. ഞങ്ങൾക്കൊക്കെ ഇത് തൃശ്ശൂർ രാഗത്തിലോ രാംദാസിലോ ടിക്കറ്റ് വരുന്നു, ഫ്രൈഡേ ഈവനിങ് സാറ്റർഡേ മോർണിംഗ് ഞങ്ങൾ ഓടുന്നു, സിനിമ കാണുന്നു, തിരിച്ചു വരുന്നു, ജയറാമിന്റെ സിനിമ കണ്ടു, ഹാപ്പി. ഇതിപ്പോ അതാണോ? എന്തോരം ആൾക്കാരിലേക്ക് എത്തിക്കണം. അതാണ്. അതിവിടെ മാത്രമല്ലല്ലോ, ഏത് ഭാഷയിലുള്ള സിനിമകളാണെങ്കിലും ഇപ്പോൾ ഇന്ത്യ മുഴുവൻ നടന്ന് ഇന്ത്യക്ക് പുറത്തുപോയി. അതാണ്. ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ട് താങ്കൾക്ക് സക്സസ് എന്ന് പറയുന്നത് എന്താ? സക്സസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തിട്ടുമില്ല. ആ തോൽവി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടില്ല. ന്യൂട്രലായിരുന്നു എപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ വല്ലാതായി പോകും. ജീവിതകാലം മുഴുവൻ നമ്മൾ സിനിമയിൽ ഉണ്ടാവണം, നായകനായിട്ട് തന്നെ അഭിനയിച്ച് നായകനായിട്ട് അങ്ങനെ മരിക്കുവോളം അങ്ങനെ ഒന്നും ഇതൊന്നുമില്ല. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കണം എനിക്ക് തോന്നിയാൽ എനിക്ക് 2-3 വർഷം എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ അത് കടന്ന് 24 മണിക്കൂറും കൂട്ടി മരിച്ച് അഭിനയിച്ച് അങ്ങനെ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ട്. എപ്പോഴും വിജയങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ലാതെ അതിനകത്ത് ഒരുപാട് സന്തോഷിക്കും. പരാജയങ്ങൾ ഒരുപാട് ദുഃഖിച്ച് നെഞ്ചത്തിടിച്ച് കരഞ്ഞ് വീട്ടിൽ കിടന്ന് അയ്യോ എൻ്റെ സിനിമ പോയിട്ട് ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതെ, നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഓസ്ലർ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇനി തിയേറ്ററിൽ അത് എന്താണെന്നുള്ളത് അത് അവരുടെ കയ്യിലാണ്. സക്സസിൻ്റെ മരത്തിൻ്റെ ഫെയിലിയറും അതുമാതിരി തന്നെ എടുക്കുന്ന ആളാന്ന് പറയുന്നത്. എന്നിരുന്നാലും എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ? ഇനി ഇത് എന്തെങ്കിലും അത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്തില്ലല്ലോ? അത് എത്രയുണ്ട്, ഒരുപാടുണ്ട്. ഇടക്കാലത്ത് എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ തന്നെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യണ്ടായിരുന്നു ചെന്ന് തലവെച്ച് കൊടുത്തും പോയി. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മളെ പരിചയമുള്ള ആൾക്കാർ വന്നത് പറയുമ്പോൾ നോ എന്ന് പറയാനും വയ്യ, പിന്നെ അത് തിരിച്ചെടുക്കാനും വയ്യ. സത്യമാണ് അല്ലേ? കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. മധുരിട്ടില്ലേനു. ഇനി അങ്ങോട്ട് പോയി ഓസ്ലർ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ, മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന ജയറാമിൻ്റെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ മനസ്സിലുള്ള എന്തായിരിക്കും ജയറാമിനെ കുറിച്ചുള്ള ഒരു ഇമേജ് ചേഞ്ചോ അല്ലെങ്കിൽ ഇമേജോ? ഉറപ്പായിട്ടും ഈ സിനിമ തിയേറ്ററിൽ വിജയമായാലും എങ്ങനെയായാലും ആ സിനിമ എങ്ങനെ വരുന്നുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. ആ സിനിമ തിയേറ്ററിൽ ക്ലിക്കായി കഴിഞ്ഞാൽ ഒരാൾ പോലും ഇത് ഇത്രയും വർഷം ഞങ്ങൾ കണ്ട ജയറാമല്ല എന്ന് പുതിയ ജയറാമാണെന്ന് അവർ പറയും. തീർച്ചയായിട്ടും അതെനിക്ക് നല്ല 100% ആക്ടർ എനിക്ക് വിശ്വാസമുണ്ട്. വെരി ഗുഡ്. ഇത്രയും കാലത്തിനിടയിലും ജയറാം ഇത് ഇപ്പോഴും അവൈലബിൾ ആയിരുന്നു ഇങ്ങനത്തെ സ്റ്റോറിയോ, അല്ലെങ്കിൽ മിഥുൻ മാനുവൽ തോമസിൻ്റെ വേറൊരാളുണ്ടാകുമായിരുന്നു, താങ്കളത്തേക്ക് എന്തുകൊണ്ട് വന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടോ? കാരണം ആ ഒരു നല്ലൊരു എന്താ പറയുക നന്മയുടെ ആളാണെന്നുള്ള ആൾക്കാരുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ. അല്ല, എനിക്ക് തോന്നി ഇപ്പം ഞാൻ ഈ സിനിമയുടെ ലൊക്കേഷൻ ചെന്നപ്പോൾ അവിടെ ദിലീഷ് പോത്തൻ എൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ദിലീഷ് പോത്തൻ അതാ പറഞ്ഞത്, ആ ബ്രേക്ക് എടുത്ത് നന്നായി, ഇങ്ങനത്തെ ഒരു സിനിമ തുടങ്ങി നന്നായി, ഇപ്പോൾ എനിക്കും താങ്കളെ വെച്ചൊരു പടം എഴുതണമെന്ന് ഇപ്പോൾ താല്പര്യം തോന്നി തുടങ്ങി. അതാണ് അത് അങ്ങനെ ഒരു 4 പേർക്ക് തോന്നിയാൽ കേമായില്ലേ? ആ കാര്യങ്ങൾ കേമായില്ലേ? അപ്പോൾ ഇനി അങ്ങോട്ട് തെലുങ്ക്, കന്നഡ, കുറച്ചൊക്കെ മലയാളികളോട് പറയണം ഇനി ഒരുപാട് പടം ഉണ്ടെന്ന്. പടമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നവരോട്. അല്ല, നമുക്കിപ്പോൾ മറ്റു ഭാഷകളിൽ സിനിമയുള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് സെലക്റ്റീവായിട്ട് ഇവിടെ ചെയ്യുകയും ചെയ്യാമല്ലോ. വർഷത്തിൽ ഒരു സിനിമ ചെയ്താലും എല്ലാ സിനിമകളും കാണാനുള്ള സമയം കിട്ടാം. എല്ലാ സിനിമകളും കാണും, എല്ലാ ഭാഷകളും കാണും. OTT എല്ലാം തിയേറ്ററിൽ പോയി കാണോ? തിയേറ്ററിൽ പോയില്ലേ കാണുന്നത്, ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് കാണും. തമിഴ് സിനിമ എല്ലാം പോയി കാണും. നമ്മുടെ മെഡ്രാസിലെ എല്ലാം ഒരു ദിവസം ഇറങ്ങിയാലും ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒരു സിനിമ, വൈകുന്നേരം ഒന്ന്, രാത്രി ഒന്ന്.
അശ്വതി വരും. വെരി ഗുഡ്. ഞങ്ങൾ ഇന്റർവ്യൂ നിങ്ങൾക്ക് അടുത്തൊക്കെ ഉണ്ടല്ലോ അവിടെ. ആ പലാസോല് പോവും. പലാസോല് അതന്നെ, അതെ, അത് തടുത്തല്ലേ. ആൾക്കാർക്ക് ജയറാം എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ഉണ്ടല്ലോ. ഇപ്പോഴും മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, സുരേഷ് ഗോപി എന്നൊരൊറ്റ ലെവൽ തന്നെയാണ് നമ്മൾ പറയുന്നത് പഴയ ആൾക്കാരിൽ, റൈറ്റ്? എന്തുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു രഹസ്യം? ഞാൻ നിങ്ങളുടെ പ്രായമല്ല ചോദിക്കുന്നത്, നിങ്ങളുടെ എക്സ്പെർട്ടീസ് ആൻഡ് സ്കിൽ. അതെന്താ അതിലൊരു കുത്തുണ്ടല്ലോ, പ്രായമല്ല ചോദിക്കുന്നത്. 35 ആ ശേഷം കൂടുതലാ, എന്നാലും കുറച്ചോളൂ. കുഴപ്പമില്ല, ഓട്ടവകാശം വേണല്ലോ, അതുകൊണ്ട് 35 ആക്കിയതാ. അതെന്താ അങ്ങനെ പ്രായത്തിലും സുമുഖനും സുന്ദരന്മാരോട് നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നമുക്കൊരു രഹസ്യമല്ല, അത് രഹസ്യമായിട്ട് നിന്നോട്ടെ, നിങ്ങൾക്ക് അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അതിൽ കേൾക്കട്ടെ. അത് അദ്ദേഹമേ പറയണം, അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. ധൈര്യമില്ല. ഇത് നമ്മൾ മാത്രമല്ല, മലയാളികൾ മാത്രമല്ല, അതെ, ഓരോ ഭാഷകളിൽ പോകുമ്പോൾ മറ്റു ഭാഷയിലുള്ള നായകന്മാരും ബാക്കി എല്ലാവരും ഒറ്റ ഇതാണ് ഞാൻ ചോദിക്കുന്നത്. സാർ എന്താ മമ്മൂട്ടി സാർ എപ്പിടി സാർ എപ്പിടി ഇരിക്കാറ്, അവർ സ്കിന്ന് എപ്പിടി ഇരിക്കുക എപ്പിടി എല്ലാം. നിങ്ങളുടെ ഒട്ടും മോശമല്ല, സ്കിന്നൊക്കെ ഗംഭീരമായിക്കണു. അതെ. അപ്പൊ എന്തായാലും ഓസ്ലർ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും. താങ്കൾ 35 വർഷമല്ലേ, ഞാൻ 25 വർഷം കഴിഞ്ഞ കൊല്ലം കംപ്ലീറ്റ് ചെയ്തു. അതെയാ, എന്താ കഥ അല്ലേ? തകർത്തു. അതേപോലെ തന്നെ ഈ വർഷം ഞാൻ കലാഭവനിൽ എത്തിയിട്ട് 84 ഞാൻ വരുന്നത് കലാഭവനിൽ. അപ്പൊ 30 കൊല്ലായി. 40. സോറി കണക്ക് 40 കൊല്ലം. 40 വർഷം. എന്നാലും പ്രായത്തിലെത്തിയിട്ടില്ല. 40, 30, 35 നിൽക്കണു. അതെ. അപ്പൊ ഇനി അടുത്ത രണ്ടാമത്തെ എൻ്റെ ഭാര്യയ്ക്ക് അല്ല, അത് പൊതുവെ പെണ്ണുങ്ങൾക്ക് അവർ എങ്ങായിട്ടിരിക്കുന്നത് പറയുന്നത് ഇഷ്ടം തന്നെയാണ്. എന്നാലും ഞങ്ങളൊരിക്കൽ ഇവിടെ പോയപ്പോൾ, പോണ്ടിച്ചേരി പോയപ്പോൾ, ഒരിതിന് പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ, അപ്പോൾ അവിടുത്തെ കുറച്ച് സ്ത്രീകളൊക്കെ വന്നു. അവർ ചോദിച്ചു, ഞാനിങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ സാർ உங்களுக்கு 2 பொண்ணு കുഴന്തങ്ങളാന്ന് ചോദിച്ചു. അശ്വതിയും ചക്കിയും. അന്നത്തെ അത്രയും സന്തോഷം. ഞാൻ പറഞ്ഞു ഇല്ല 2 പൊണ്ണുങ്ങളെ. കേട്ട വഴിക്ക് അങ്ങോട്ട് സന്തോഷം. ഇപ്പം മനസ്സിലായില്ലേ പട് കിളവനാണെന്നുള്ളത്? നോക്കിക്കഴിഞ്ഞാൽ എന്നെ കണ്ട മോളെ പോലെ ആയിരിക്കണത് പറഞ്ഞില്ലേ? അത് സംഭവം കഴിഞ്ഞാൽ കണ്ട 5 വർഷമായി. ഇപ്പോഴും എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത് വരും. ഇത്രയും കാലത്തിനുള്ളിൽ ജയറാമിന് ചേഞ്ച് ആയതൊരു സ്വഭാവമുണ്ടോ? അശ്വതി ജീവിതത്തിൽ വന്നിട്ടും ഇല്ല. എൻ്റെ ഒന്നും ഫുൾ തമാശയിൽ കൂടെ ജീവിതം. എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റാനേ പറ്റില്ല. അയ്യോ, എനിക്കൊന്നും മാറ്റാൻ പറ്റില്ല. ഇതിനകത്ത് ഒന്നും കള്ളത്തരമായിട്ട് ഒന്നുമില്ല. എനിക്ക് ഒന്നും ആഡ് ചെയ്യാനും പറ്റില്ല. എനിക്ക് ഈ ചിരി എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതൊരു ഹാബിറ്റാണ്. ചെണ്ട, മറ്റേ സിനിമ, ഇനിയിപ്പോ ഈ താളം പിടിക്കുന്ന അതൊരു വല്ലാത്ത ഹാബിറ്റാണ്. ഞാൻ കൈ കെട്ടി വെച്ചേക്കുന്നത്. അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. അത് നല്ല കൊട്ടാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ വെറുതെ കൊട്ടിക്കൊണ്ടിരിക്കും. അത് ഇത് മാറില്ല. എനിക്ക് പോവാൻ നേരമായി. ഓസ്ലർ എന്ന് പേരിട്ടപ്പോൾ എനിക്കൊരു അഭിപ്രായം എന്ന് വെച്ചെങ്കിൽ, ടർക്കിയിലൊരു ചെറിയ വില്ലേജാണ് ഓസ്ലർ. 71 പേരേ ഉള്ളൂ അവിടെ ജീവിക്കുന്നത് പോപ്പുലേഷൻ. അപ്പോൾ സിനിമയും അങ്ങനെ വളരെയധികം യുണീക്ക്, ഒരു പുതിയ ആധുനിക ഒരു മെഡിക്കൽ എന്നോട് പറഞ്ഞു. ഞാൻ മെഡിക്കൽ ടേമിന് ഉദ്ദേശിക്കുന്ന സംഭവമാണ് ഓസ്ലർ. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടത് സന്തോഷമായി. താങ്ക് യു. അപ്പോൾ 11th പടം കണ്ടിട്ട് വിളിക്കണം. അല്ലെങ്കിൽ എനിക്ക് ചെയ്തൊക്കെ ഞാൻ വിളിച്ചിരിക്കും. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.